വയനാട് ഭാഗത്ത് നിന്നും വന്നു. നമ്മൾ ഇപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ആണ് ഉള്ളത്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു വേണം വെങ്ങളം ഭാഗത്തേക്ക് പോകാൻ. പക്ഷേ ഈ ജംഗ്ഷനിൽ ആകെ കൺഫ്യൂഷൻ ആണ്. സിഗ്നൽ ഉമുണ്ട്, ട്രാഫിക് പോലീസ് ഉമുണ്ട്. ആരുടെ സിഗ്നൽ ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് അറിയില്ല. ഇവിടുത്തെ പണികൾ കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആകും എന്ന് കരുതാം. ഇത് ഫ്ലോറിക്കൻ ഹിൽ റോഡ് ജംഗ്ഷൻ, പ്രൊവിഡൻസ് കോളേജ്, പോലീസ് കമ്മീഷണർ റെസിഡൻസ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡ്. ഹൈവേ പണി കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ക്ലോസ് ചെയ്യും. അങ്ങോട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡ്, മലാപ്പറമ്പ്, വേങ്ങേരി ഓവർപാസുകളിലൂടെ വേണം ഫ്ലോറിക്കൻ ഹിൽ റോഡിൽ എത്താൻ. നേരെ മുന്നിൽ കാണുന്നതാണ് വേങ്ങേരി ഓവർപാസ്. ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ഗതാഗതം ഓവർപാസ് വഴിയാണ്. അവിടെ പണികൾ ഫിനിഷ് ആയിട്ടില്ല. ഹൈവേ രണ്ടു സൈഡും തുറന്നു കൊടുത്തു. ഇവിടെയൊക്കെ നിലവിൽ 30 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. വർക്ക് നടക്കുന്ന റോഡിൽ സാധാരണ 30 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. റോഡിൽ അപ്രതീക്ഷിത തടസ്സങ്ങളും ഡിവേർഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് സ്പീഡ് കുറവ്. പക്ഷേ ഡ്രൈവേഴ്സ് ഇതൊന്നും ശ്രദ്ധിക്കാതെ 80-100 കിലോമീറ്റർ സ്പീഡ് ആണ് പോകുന്നത്. പണി പൂർണ്ണമായും കഴിഞ്ഞാൽ മാത്രമേ സ്പീഡ് ലിമിറ്റ് 80-100 അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ളത് മാളിക്കടവ് ഓവർപാസിലാണ്. നയാര പെട്രോൾ പമ്പ് ഇടതുവശത്തു കാണാം. ഇവിടെ ഫ്ലൈ ഓവർ രണ്ടു സൈഡിലും ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഫാസ്റ്റ് ലൈനിൽ നിന്നും മിഡിൽ ലൈനിലേക്ക് മാറിയത് ടാക്സിയാണ്. ടാക്സി ഓടിക്കുന്നവർ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണ് എന്നാണ് വൈപ്പ്. പക്ഷേ അയാൾ യാതൊരു പ്രൊഫഷണലിസം ഇല്ലാതെ ആണ് കാർ ലൈൻ മാറിയത്. ഇൻഡിക്കേറ്റർ ഇല്ലാതെ എന്റെ കാറിന് തൊട്ടുമുൻപിൽ അപകടകരമായി ക്രോസ് ചെയ്തു. ഇതാ അടുത്ത പ്രൊഫഷണൽ. ബാക്കിൽ നമ്പർ പ്ലേറ്റ്, സ്റ്റോപ്പ് ലൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല.
ഈ ഡ്രൈവിംഗ് തൊഴിൽ ആക്കിയവർ ആണോ ഏറ്റവും മോശമായിട്ടു ഡ്രൈവർ ചെയ്യുന്നവർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. സ്കോർപിയോ SUV ഇടതുകൂടെ പാഞ്ഞുവന്നു ലൈൻ മാറി ഒരു റാഷ് ഡ്രൈവിംഗ്. ഇത്രയും കാലം റോഡ് മോശം ആണ് എന്നായിരുന്നു കംപ്ലൈന്റ്. ഇപ്പോൾ നല്ല ശാസ്ത്രീയമായി പണിത റോഡ് വന്നു. പക്ഷേ ഡ്രൈവിംഗും കൂടെ നന്നാവാതെ കാര്യം ഇല്ല. ഡ്രൈവിംഗ് മര്യാദകൾ കൂടെ പാലിക്കണം. ഇത് പോളാടിക്കുന്നു ജംഗ്ഷൻ. ഫ്ലൈ ഓവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ബൈക്ക് റോങ് ആയിട്ട് കയറി വരുന്നു. എളുപ്പം നോക്കുന്നതാണ്, പക്ഷേ ലൈഫ് റിസ്ക് ആകും. ഇവിടെ ഹൈവേ ഒരു സൈഡ് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ടു വേ ട്രാഫിക് ആണ്. പക്ഷേ ഡ്രൈവേഴ്സിന് അത് മനസ്സിലാക്കാൻ മുന്നറിയിപ്പ് ഒന്നും ഇല്ല. താത്കാലിക ഡിവൈഡർ ഒന്നും ഇല്ല. ഇത് പുറക്കാട്ടിരി പാലം. ഇവിടെ ഒരു സൈഡിൽ പുതിയ പാലം പണിതു കഴിഞ്ഞു. പഴയ പാലം പുതുക്കി പണിയുന്ന പണികൾ നടക്കുന്നു. മുന്നിൽ ഒരു ട്രക്ക് പതുക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്യാം. നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് മറ്റു ഡ്രൈവേഴ്സ് അറിയാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. റിയർ വ്യൂ മിറാറിലൂടെ നോക്കി വേറെ വണ്ടികൾ ഇല്ലെങ്കിൽ ലൈൻ മാറുക. അത് കഴിഞ്ഞു സേഫ് വീണ്ടും ഇടതു ലൈനിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. റിയർ വ്യൂ മിറാറിൽ നോക്കി സേഫ് ആണെങ്കിൽ ഇടതു ലൈനിലേക്ക് തിരിച്ചുവന്നു ഡ്രൈവ് ചെയ്തു പോവുക. റൈറ്റ് മോസ്റ്റ് ലൈൻ ഫ്രീ ആക്കിയിടുക.
അങ്ങനെ കോരപ്പുഴ എത്തി. പഴയ പാലത്തിലൂടെ ആണ് ഇപ്പോഴും വാഹനങ്ങൾ പോകുന്നത്. പുതിയ 3 ലൈൻ പാലത്തിന്റെ പണികൾ നടക്കുന്നു. കുറെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വെങ്ങളം ഫ്ലൈ ഓവർ എത്തി. കോഴിക്കോട് ബൈപ്പാസിന്റെ അവസാന ഭാഗം. അങ്ങനെങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിന മംഗളങ്ങൾ. മനോരമകൾ, മാതൃഭൂമികൾ.